പൊട്ടിച്ചോ ഗൈസ്? ഇതാട്ടോ മുള്ളുവേലി ഉണ്ടാക്കുന്ന മെഷീൻ. ഇത് കരിമ്പ ജോസിൻ്റെ മെഷീൻ വെച്ചിട്ട് വണ്ടി ഉണ്ടാക്കിയാനാണ് ഗൈസ്. ഇതുണ്ടോ എന്ത് കുത്തി ചാർജൊക്കെ എടുക്കുന്നത്? പഴയകാല സെറ്റപ്പ് തന്നെയാണ് ഇപ്പോഴും. ഹലോ ഗുയ്സ്, അപ്പോൾ നമ്മൾ പിന്നെയും കോഴിഫാം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വരുന്ന വഴിക്ക് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇന്നലെ വീഡിയോ ചെയ്തതിൽ ആ വണ്ടി ഇരുന്നുള്ള കുറച്ച് സംസാരത്തിൽ കുറച്ച് സൗണ്ട് കുറച്ച് പ്രശ്നം വന്നു. അതുകൊണ്ട് വണ്ടി ഇരുന്ന് വീഡിയോ എടുത്തില്ല പ്രാവശ്യം. അപ്പം വന്നിട്ട് കുറച്ച് അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോക്കകത്ത് ഒരു കറുത്ത പ്രാണീനെ കാണിച്ചില്ലേ? അപ്പോൾ അതിനെ കൊല്ലാനുള്ള വാക്സിൻ പോട്ടെ, അതിനെ കൊല്ലാനുള്ള മരുന്നാണ് അടിക്കണത്. അപ്പോൾ നമ്മുടെ മുതലാളിയും ചേട്ടൻപിള്ളെല്ലാം അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരിപാടി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഗുയ്സ്, അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുകയാണ്. മുതലാളി പിന്നെയും മരുന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ എന്തിനാണ് ഈ മരുന്നടിക്കുന്നത് പറയാമോ? കൊലപാതകം ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാം ആൾക്ക്. ഭയങ്കര മണം കേട്ടോ ഗുയ്സ്. കറുത്തറാണിനെ എവിടെയെങ്കിലും കണ്ട കാണിച്ചാലോ? ഞാൻ ഇന്നലെ കാണിച്ച വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പിന്നെയും ഞാൻ സാക്രിഫൈസ് ചെയ്യട്ടോ ഗൈസ്. കറുത്ത പ്രാണി ഇവിടെ എങ്ങനെ ഉണ്ട്? എവിടെയാട്ടേ? ആ ഓക്കെ. ഇത് കണ്ടോ ഗോയ്സ്? ഇത് കൂട്ട് പ്രാണികളാണ്. ഇതല്ലേ ഇത് കൂട്ട് പ്രാണികളാണ് ഞാൻ ഇന്നലെ കാണിച്ചത്. ഇവിടെ മൊത്തം ഉണ്ട്. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ഇത് കോഴിക്കുഞ്ഞുങ്ങൾ തിന്നുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിനെ കൊന്നു തരണം. അതായത് നമ്മൾ മാക്സിമം എന്തോരം വൃത്തിയാക്കാൻ പറ്റുമോ എത്രയും വൃത്തിയാക്കുക. അതിന് വേണ്ടിയിട്ടുള്ള മരുന്നറിയാണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെ എന്നാ ഇറക്കുന്നത്? നാളെ വരുമോ? ഇന്ന് വൈകുന്നേരം അപ്പോൾ നമ്മൾ ഓക്കെ കിട്ടും സെറ്റാക്കുമോ? അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇച്ചിരി അധികം പണിയുണ്ട് ഗുയ്സ്. ഹലോ ഗുയ്സ്, അപ്പോൾ നമ്മൾ അവിടുത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു. അതായത് അവിടെ കറുത്തപ്രാണിക്കുള്ള മരുന്നടിക്കലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വേറെ സ്ഥലം വരെ വന്നേക്കണം. അതായത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ നമുക്ക് ചുറ്റിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. കുറച്ച് സാധനം കുറച്ച് ഷോപ്പിങ്ങിന് വന്നേക്കാണ്. ചേട്ടന്മാരുടെ ഷോപ്പിൽ കണ്ടിരിക്കണം നമുക്കിപ്പോൾ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇതുകൂട്ട് ഈ ചാക്ക് വെച്ചിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടിങ്ങനെ കുറേ ചാക്കുകൾ വെച്ചിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വലിയ പടുത പോലെ ഉണ്ടാക്കിയിവിടെ. അതായത് നമ്മൾ ബാനറിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഫാം കണ്ടില്ല, അപ്പോൾ അതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ മറക്കും. നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടിട്ട് കഴിയുമ്പോഴത്തേക്കും ചുറ്റും നമ്മളിങ്ങനെ സാധനം മറയ്ക്കാനുണ്ട്. അപ്പം അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ആവശ്യമാണ്. അപ്പോൾ അത് മേടിക്കാനായിട്ട് വന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് ചേട്ടൻ വണ്ടി തിരിച്ചുകൊണ്ട് വരും. അപ്പോൾ ആന്ധ്രയുടെ തെരുവുകളിൽ കൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ്. അയ്യോ നടത്തുകയാണ് ഇപ്പോൾ. കരിക്കൊണ്ട് പോകുന്നു ഗൈസ്. പണ്ണൻ കട തുറന്നിട്ടുണ്ട്. നല്ല ഇങ്ങനെ ചാക്കുകൾ തന്നെ കേട്ടോ. അത് നമ്മുടെ പ്ലാസ്റ്റിക് ബാനർ പടുത അതിൻ്റെ ആവശ്യമില്ല. ഇത് അടിപൊളി പരിപാടിയാണ്. ഇതെന്താ അറിയാം എനിക്ക് 210. എത്ര മീറ്റർ ഉണ്ട് ഇത്? చుట్టూ సరిపోతా ఒక్కొక్కటి చుట్టూ ఆడి సరిపోద్ది. ఎన్ని కావాలి? 200. ഇത് ഈ ഒരെണ്ണത്തിനാണ് കേട്ടോ 200 രൂപ. അതോ ഒരു കട്ടിന് 200 രൂപയാണോ? ഇത് കൂട്ട് ഒരെണ്ണത്തിനാ? ഓ ഗൈസ്, ഇത് കൂട്ട് ഒരെണ്ണത്തിന് 230 രൂപ അല്ലേ? 210 രൂപ കേട്ടോ. അപ്പോൾ 15 ആവശ്യമുണ്ട്. ചുറ്റും മറിക്കാനാണ്. ഈ മുട്ടത്തലേനെ പൂപ്പനട്ടോ നമ്മുടെ. സോറി ഗൈസ്, അപ്പം ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇവിടുത്തെ ബാർബർ ഷോപ്പ് കാണിച്ചു തരാവേ. ഒരു തെറി പറഞ്ഞാലേ കാണിക്കാം. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് കാണാൻ പറ്റുന്നില്ല. എന്താ പഴയ സെറ്റപ്പ് അടിപൊളി കേട്ടോ. ഒരു വിൻറ്റേജ് ലുക്കാണ്. ഇത് കരിമ്പ ജോസിൻ്റെ മെഷീൻ വെച്ചിട്ട് വണ്ടി ഉണ്ടാക്കിയാനാണ് ഗോയ്സ്.
കേരളത്തിലത് കാണാൻ ചാൻസ് ഇല്ല. ആഹാ, അതാ കരിമ്പ് ജ്യൂസിൻ്റെ മെഷീനിൽ തന്നെ കേട്ടോ പ്രവർത്തിക്കുന്നത്. ഹലോ ഗോയ്സ്, അപ്പോൾ നമ്മളിവിടെ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കരി കത്തിക്കോട്ടോ. അതൊരു സെറ്റപ്പ് നമുക്ക് പിന്നെ കാണിച്ചു തരാം. അപ്പോൾ അതിന് കരി എടുക്കാൻ വേണ്ടി വന്നേക്കോട്ടെ. ഞങ്ങളിവിടെ ഒരു വിറകിൻ്റെ സെറ്റപ്പിലാണ് ഞങ്ങൾ കരി എടുക്കാൻ വന്നത്. അതിനെ കാണിച്ചു തരാം. അപ്പോൾ ഇതാട്ടോ കരി. കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്, ഇതുപോലത്തെ വിറക് ഇവർ കത്തിക്കും. ഇതിവിടെ ഒരു ബിസിനസ്സാണ്. ഇതുപോലത്തെ വിറക് ഇവർ കത്തിച്ചിട്ട് ചെറിയൊരു ചൂടിൽ നമ്മുടെ എന്നാ പറയണേ ഈ ഒരു നീട്ടത്തിലൊക്കെ ഈ വിറകിൻ്റെ കഷ്ണം പോലെ തന്നെ കിട്ടും. ഇത് നമ്മൾ ഈ നമ്മുടെ എണ്ണ പാക്കറ്റ് ഇല്ലേ, ഐ മീൻ ഇത് ഈ ഇരിക്കുന്ന സാധനം, ഇതിന് കുറേ നമ്മൾ ഹോളിട്ടിട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ പെട്രോൾ ഡീസൽ ഒഴിച്ചിട്ട് കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചൂടിങ്ങനെ നിന്നോളും. കൽക്കരി എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന സാധനം കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ചൂടായിരിക്കും. അത് നമ്മൾ കോഴിക്കുഞ്ഞ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ കാണിച്ചിട്ടാണ് എങ്ങനെ സെറ്റപ്പാണെന്ന്. ഇതിങ്ങനെ ഇരിക്കും കേട്ടോ ഗൈസ്. ഇതൊക്കെ ചെറു കഷ്ണമാണ്, ഇതൊക്കെ വേസ്റ്റ് കഷ്ണമാണ്. നമ്മൾ മേടിച്ചാണ് വലിയ വലിയ കഷ്ണമാണ്. കാണിച്ചു തരാം. അപ്പോൾ ഈ ചേച്ചിയാട്ടെ എൻ്റെ മുതലാളി. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ അവർ കത്തിച്ചിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കാനാണ് ഗോഡൗൺ പോലെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ. നമ്മുടെ പയ്യന്മാർ പിടിക്ക് തൂക്കം നോക്കണം. എത്ര കിലോ? 31 കിലോ ഉണ്ട്. ഇത് 31 കിലോ കരി. ഇതന്നെ പാട്ട് കേൾക്കുന്നേ. ഇവിടെ ഭയങ്കര പാട്ടും പരിപാടിയൊക്കെ ഉണ്ടാക്കും. എന്താ കല്യാണത്തിനെന്താ പരിപാടിയാണ് ഇതുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല. ഭയങ്കര സൗണ്ടാണ് ഇവിടെ. അതെന്താ കല്യാണത്തിൻ്റെ ആഘോഷമാണ് തോന്നുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക്. നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. ഇവിടെ ഭയങ്കര സൗണ്ടാണ്. ഇതാണ് കേട്ടോ നമ്മൾ മേടിച്ച സാധനം ഗൈസ്. ഇതുണ്ട്, ഇങ്ങനെ ഇരിക്കും. ഇത് ഭയങ്കര കട്ടിക്ക് നല്ല നീട്ടമുണ്ടായിരിക്കും ഇതിന്. ബിൽഡിങ് സെക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. ഇവിടെ ഭയങ്കര പറ്റിക്കലൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളെല്ലാം ഭയങ്കര ജാഗ്രതയായിട്ട് നോക്കിയേ ചെയ്യത്തുള്ളൂ. എല്ലാം വിൻറ്റേജ് സെറ്റപ്പാണ് ഗോയ്സ്. കൈ കഴിയുന്ന ഭാഗമായി കണ്ടത് നമ്മൾ. $500. അങ്ങനെ ഇതിൻ്റെ വില നമ്മൾ എത്ര കിലോ ചെയ്തത്? 73. നമ്മൾ 78 കിലോ സാധനം എടുത്ത് ഗൈസ് വണ്ടിക്ക് കത്തിട്ടുണ്ട്. അപ്പോൾ അതിന് 2570 രൂപ ആയിട്ടുണ്ട്. വിലക്കുറവാണ് കൂടുതലാണ് എനിക്കറിയത്തില്ല. കാരണം ഞങ്ങളിത് ഞാനിത് അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. സ്ഥലത്തിൻ്റെ പേര് ചെല്ലപ്പള്ളി നാട്ടോ ഗൈസ്. ഇവിടെ രാജാവും കൊട്ടാരമൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ നമുക്ക് ഒന്ന് കാണിക്കുന്നതായിരിക്കും. ഇത് അത് എൻട്രൻസ് ആട്ടോ. അത് രാജകൊട്ടാരത്തിൻ്റെ എൻട്രൻസ്. അത് പിന്നെ കാണിച്ചു തരാം ഗോയ്സ്. പിന്നെ കാണിക്കാനായിരുന്നു നല്ലത്. తెలుసు ഗായ്സ്. അടുത്തത് നമ്മൾ ചുണ്ണാമ്പ് മേടിക്കാൻ ചുണ്ണാമ്പല്ലല്ലോ കുമ്മായം മേടിക്കാൻ വന്നേക്കോട്ടോ. കുമ്മായം. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. ഇവിടാട്ടോ കട. ഇതായത് ഈ രാജകൊട്ടാരത്തിൻ്റെ ചുറ്റുമുള്ള ഫില്ലറുകളുണ്ടല്ലോ. ആ ഫില്ലറയിലാട്ടോ ATM നോക്കാം. ഈ രാജകൊട്ടാരത്തിന് മൊത്തം കോട്ടയ്ക്ക് ചുറ്റുമുള്ള ഇതാട്ടെ മതിലാട്ടെ. ഈ മതിലേലാട്ടെ ഷോപ്പുകളെല്ലാം ഇവർ വെച്ചേക്കണത്. ചുണ്ണാമ്പിന് അവിടെ പൈസ കൊടുക്കണം. നമുക്ക് ഇവിടെ നടക്കാം. ഇവിടെ ചുണ്ണാമ്പിന് എപ്പോഴും വായൂര്. కుమ్మాయం കേട്ടോ, కుమ్మాయం. మళ్ళీ గూగుల్ పే ఉందా? ఫోన్పే ఉంది. ఫోన్పే అవసరం. ഇതാട്ടോ ഫുൾ മുതലാളി, കട മുതലാളി. അപ്പോൾ നമുക്ക് അവിടെ നിന്നാട്ടോ സാധനം എടുക്കുന്നത്. അത് ഞാൻ കുറച്ച് മേടിച്ച വണ്ടി കേട്ടോ. ഇവിടെ ഇരിപ്പുണ്ട് കുമ്മായം. ഈ ഇരിക്കുന്ന കേട്ടോ കുമ്മായം. നമുക്ക് 2 ചാക്ക് എടുക്കാം. ഒരു ചാക്കിന് 200 രൂപ പറഞ്ഞേ. നമ്മൾ ഇത്ര സാധനങ്ങളെ കളക്ട് ഷോപ്പിങ്. അപ്പോൾ ഇത് മൊത്തം ഈ രാജകൊട്ടാരത്തിൻ്റെ മീൻസ് എന്താ പറയുക, രാജകൊട്ടാരത്തിൻ്റെ ഒരു കോട്ടവാതിൽ എന്നൊക്കെ പറയില്ല. അതുപോലെ ഇങ്ങനെ മൊത്തം ചുറ്റിങ്ങനെ ബിൽഡിങ്ങില്ല മതിൽ കെട്ടത്തില്ലേ, ആ മതിലാണ് ഈ കാണുന്നത്. ആ മതിലേലാണ് പിന്നെ ഷോപ്പുകൾ വെച്ചേക്കണം കേട്ടോ. ഓരോരോ ഷോപ്പുകൾ വെച്ചേക്കണാണ് ഈ കാണുന്നത്. ഇതാണ് ചുണ്ണാമ്പ്. അവിടെ എന്താ ഗൂഗിൾ പേ ഇല്ലെന്നോ എന്തൊക്കെയാണ് പറയുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ഗുണം എന്നാന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെ ചെന്നാലും ഗൂഗിൾ പേ ഉണ്ട് കേട്ടോ. ഗൂഗിൾ പേ ഫോൺ പേ ഏതാണെങ്കിലും ഒന്നേലും കാണും. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ക്യാഷ്
അതായിട്ട് ഞാൻ കുറച്ച് പറഞ്ഞ സംഭവം വരുമ്പോൾ ഇത് ഈ വണ്ടിയിൽ തന്നെ ഓടുന്നത്. പൊട്ടിച്ചോ? ഓ രേ ആ പക്കനെ പെട്ടു. കൊടുത്തോ? പൈസ കൊടുത്തോ? പതുക്കെ പൊട്ടും. അതെടുത്ത് വെക്കുന്ന ത്യാഗമാണ് കാണുന്നത്. മുതലാളി എണ്ണം കാച്ച പരിപാടി കേട്ടോ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇതാട്ടോ പുള്ളിയുടെ ബിസിനസ് ആട്ടത്. അപ്പോൾ ഇത് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടൊരു സിറ്റിയാണ്. പണ്ട് രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലം കേട്ടോ. അത് രാജാക്കന്മാർ ഭരിച്ചിട്ട് ഒരുപാട് വർഷമൊന്നും ആയില്ല, 100 വർഷം ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ ബാദം മിൽക്ക്. ആൽമീരക്കുള്ളത് കൊണ്ടൊക്കെ ഞങ്ങളെപ്പോൾ വന്നാലും ഈ സാധനം കുടിക്കാറുണ്ട് ഇപ്പോൾ ഇത്. അപ്പോൾ കുറിച്ച് നമ്മൾ ബാദം പാല കുടിച്ചു. അപ്പോൾ നമ്മൾ വേറെ സാധനം മേടിക്കാണ്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നമുക്ക് ഇത് കാണും. നമ്മളിപ്പോൾ ഒരു കടയുണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫാമിൻ്റെ അടുത്ത് കുറച്ച് ഇതിക്കൂട്ട് കമ്പി മേടിക്കണം കഴിച്ചത്. ഞാൻ കുറച്ച് സൈഡിൽ ഹോള് വന്നിട്ടുണ്ട്. ആ ഹോളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് മേടിക്കാൻ വന്നതാണ്. അവിടെ കടലായും ഇല്ലെന്ന് തോന്നുന്നു. അവിടെ ഇസ് ദയർ. അപ്പോൾ ഇതുകൂട്ട് സാധനം ഇതുകൂട്ട് തന്നെ ചെറുതാണ് വേണ്ടത്. 18 വന്നേക്കണം. ഇതായിട്ട് നമ്മൾ ലാസ്റ്റ് ഷോപ്പിംഗ്. ഇത് കഴിയുമ്പോൾ നമ്മൾ നേരെ ഫാമിലേക്ക് ഇല്ലെന്നു ടക്കാന്ന് പരിപാടി ചെയ്യുന്നു, വീട്ടിൽ പോകണം. ആക്ച്വലി ഗായ്സ് ഇത് കടയല്ല കേട്ടോ. ഇവിടെ തന്നെ മേക്ക് ചെയ്യുന്നതാണ്. ഇവിടെ തന്നെ സംഭവങ്ങൾ ഉണ്ടാക്കണം. അത് മെഷീനൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ പുറത്ത് വന്ന് 2 പൂ പറിക്കാൻ വന്നതാണ്. പൂവുണ്ട്. അപ്പോൾ അതിൻ്റെ വിത്തെടുക്കാൻ വന്നതാണ്. അപ്പോൾ വിത്തെടുത്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ വീട്ടിൽ കൊണ്ട് നട്ട് വയ്ക്കാം. അതാണ് എൻ്റെ ഗുണം. ഇപ്പോൾ ആയിരിക്കുന്ന കേട്ടോ മെഷീൻ. ആ മെഷീൻ്റെ അടുത്ത് ഇവർ ഉണ്ടാക്കുന്ന കേട്ടോ. ഉണ്ടാക്കിയിട്ട് ഇവിടെ തന്നെ സെയിലിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവർ ചേട്ടന്മാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവരവിടെ ചെന്നിട്ട് സാധനം മേടിക്കുന്ന റെഡിയിലാണ്. ഞാനിപ്പോൾ ഈ നല്ല രസമാണ്. ചെടികൾ അങ്ങനെ അധികം കാണാൻ കിട്ടുന്നില്ലാത്തൊരു സാധനമായിട്ട് ഗൂയ്സ്. കാരണം അവിടെ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആണ്, അങ്ങനെ കാണാൻ കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലൊന്നും ഇല്ല സംഭവം. കാരണം എല്ലാം ഉണങ്ങി ഇപ്പോൾ ആടിന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ നമ്മൾ പറിച്ചുകൊണ്ട് പോകാം. ഇതൊക്കെയായിട്ട് എൻ്റെ മെഷീൻസ് ഇരിക്കുന്നത്. ഇവിടെ ഇത് ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട്. അല്ല എൻ്റെ കമ്പനികളായിട്ട് മെഷീൻസ് ഉണ്ട്. നമുക്ക് മുറിച്ച് വെക്കാം. ഇതാണ് എടുക്കണേ. പക്ഷേ ഇതിന് റേറ്റ് കൂടുതലല്ലേ? ഭയങ്കര വില കൂടുതൽ. 27 രൂപയാണ്. ഇതിന് 30. 27 കിലോയ്ക്കാ? കിലോ അല്ല, അടി. ഒരടി. ഇതിപ്പോൾ എത്ര അടിയാ? എൻ്റെ അമ്മി. ഇതിനെക്കാളും റേറ്റ് കുറഞ്ഞില്ലേ? റേറ്റ് കുറഞ്ഞാണ് ഇത് ഈ പുള്ളി കാണിച്ചത്. അത് ഇതിനെത്ര? അതിന് ഇപ്പോൾ 10-15 രൂപ. ഗായ്സ് ഇതാട്ടോ മുള്ളുവേലി ഉണ്ടാക്കുന്ന മെഷീൻ. ഞാൻ ആദ്യം കണ്ടെനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഇവർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇതുണ്ട്, ഇതിങ്ങനെ പിന്നി വരും. ഭയങ്കര സെറ്റപ്പാട്ടോ. അവിടെ നിന്ന് 4 നാട്ട് വരുമല്ലേ? അവിടെ നിന്ന് 4 നാട്ടേക്ക് വന്നിട്ട് ഈ ഒരെണ്ണത്തെ ലോക്കാവും മൊത്തം. ലോക്കായിട്ട് ഇങ്ങനെ താഴത്തേക്ക് വന്ന് അടിയിൽ റോൾ ചെയ്യൂലേ? ഓക്കെ അടിയിൽ മൊത്തം ചുറ്റിടും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിതാണ് മേടിക്കുന്നത്. പുള്ളി നിവർത്തിയിട്ടു. ഭയങ്കര ട്രിക്കി ആയിട്ടൊക്കെയാണ് പുള്ളിയെ സെറ്റ് ചെയ്തത്. ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഊരിയെടുക്കാൻ പറ്റും. ഇവിടെ നിന്ന് പുള്ളി ഇവിടെ നിന്ന് പറഞ്ഞാൽ ഊരിയെടുത്തവരുണ്ട് ഗൈസ്. കട്ടായിപ്പോയി. ഇതെല്ലാം പിന്നി ഇട്ടേക്കണേ അല്ലേ? ഭയങ്കര സെറ്റപ്പ് കേട്ടോ. ഓക്കെ ഇതെല്ലാം ഇവിടെ ഇങ്ങനെ ഇത് ലോക്ക് ചെയ്ത് വെച്ചാണ് ഗൈസ്. ലോക്ക് അഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ഇതിങ്ങനെ ഓർമ്മ ഊരിയെടുക്കുക. പുള്ളി ഓർമ്മ ഊരിയെടുത്തപ്പോഴത്തേക്ക് ഇത്രയും അകത്ത് നിന്ന് കട്ടായിപ്പോയി. അപ്പോൾ ഞങ്ങൾ 30 അടിയാണ് മേടിക്കുന്നത്. ഇത്ര എല്ലാം ഇരിപ്പുണ്ട് കേട്ടോ ഗൈസ്. ഹലോ ഗൂയ്സ്. അപ്പോൾ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അതായത് നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ച് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നു. ചെറിയ പരിപാടി തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പം അടിച്ചുവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എന്നാ പരിപാടിയിൽ നിന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ കുമ്മായ ഇട്ടു. കുമ്മായല്ല, ആദ്യം നമ്മൾ ഇതുപോലെ കുറച്ച് ഇവിടെ ഈ കമ്പിയൊക്കെ ലീക്കായിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പുതിയ കമ്പി വെച്ച് സെറ്റാക്കി. ഇത് നമ്മൾ മേടിച്ചിട്ടുള്ള സാധനം. അപ്പോൾ അവിടെ ഇവിടെയൊക്കെയായിട്ട് അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അടിച്ച് വൃത്തിയാക്കി എല്ലാം കുമ്മായ ഇട്ടിട്ടുണ്ട്. കുമ്മായ മൊത്തം നമ്മൾ വൃത്തിയാക്കി. ഇവിടെ അന്ന് മരുന്നടിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ.
ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഉണങ്ങി നമ്മൾ ഇതുപോലെ മൊത്തം കുമ്മായിട്ട് ഇത് വരില്ല, ഇവിടെ നമ്മൾ കമ്പി അടിച്ചു. അങ്ങനെ എല്ലായിടത്തും കുറേ നെറ്റ് അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫുള്ള് കുമ്മായിട്ട് ഇനിയിപ്പോൾ ഇതിനെ വേണ്ടത് നമ്മൾ ഉമ്മിയിടാൻ പോവുക. അപ്പം ഗുഡ് ന്യൂസ് ഉണ്ട്, നാളെ കുഞ്ഞുങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലായിടത്തും കുമ്മായിട്ടോണ്ടിരിക്കും ഇങ്ങനെ. അപ്പോൾ അവിടുത്തെ കൃതിയായിട്ട് പരിപാടി നടക്കുകയാണ് ഗുയ്സ്. ഞാനിവിടെ ചെറിയ അടിയും പരിപാടിയായിരുന്നു. കുമ്മായിട്ടോണ്ടിരിക്കുകയാണ്. കുടിച്ചു കഴിഞ്ഞാൽ പണിയോളം കാണാം. അപ്പം അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് ഇതെടുത്ത് കൊടുക്കണം. വലിച്ചോട്ടെ അങ്ങോട്ട് വലിച്ചോണ്ടോ ചേട്ടാ, എന്തിനാ എടുത്തോണ്ടോ വെറുതെ? അയൻ അങ്ങനെയുണ്ടോ? ഇവിടെ വരല്ലേ ഉള്ളൂ, 3 ഉണ്ടല്ലോ. അവിടെ ശരിപ്പത്തേരാക്കടേ. അപ്പം നമ്മുടെ സൂര്യ ബ്രദറാണ് ഇടുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഗൂസ്. ഓക്കെ, ഇതിനിടെ എൻ്റെ ഫോണിൽ കളറില്ലാത്തതിന് എൻ്റെ യെല്ലോ നിറം ഉള്ള കേട്ടോ ഗൂസ്. പക്ഷെ എൻ്റെ ഫോണിൽ കാണിക്കുന്നുണ്ട് യെല്ലോ നിറം. ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഇടും, ഫില്ല് ചെയ്തിട്ടിട്ട് ഇവിടെ ഫില്ലില്ല, ഇവിടെ കാണിക്കാം. ഫോണിൻ്റെ ക്യാമറയുടെ കുഴപ്പമാണെന്ന് തോന്നുന്നു. ഇതൊരു മഞ്ഞ കളറാണ് ഇതിന്, കണ്ടിട്ടുണ്ടായിരിക്കും. ഉമ്മി അതാണിത്. സാധാരണ നല്ല മഞ്ഞ കളറാണ്, ഇതിനകത്ത് കാണിക്കുന്നില്ല. ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചിട്ട് ഫില്ല് ചെയ്യാണ്. അത് ചേട്ടേ ഒരു നമ്മൾ കുമ്മായി ഇട്ട ബോക്സ് ഇല്ലേ, അതിനകത്ത് വാരി കൊണ്ട് ഇട്ടായി. പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നമ്മുടെ കൗശിക് ഇടുന്നു, അവിടെ സൂര്യ ഇടുന്നു. രണ്ടും നമ്മുടെ ബ്രദേഴ്സാണ്. ഗൈസ് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റാണ് ഇരുന്നത്. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് മതി. ഇനിയിപ്പോൾ നമ്മൾ എന്നാ വേണ്ടത് വെച്ചാൽ ഇങ്ങനത്തുള്ള കുഴികളൊക്കെ ഇങ്ങനെ ഇത് വെച്ച് തന്നെ ഇങ്ങനെ മറിച്ചിടണം. പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് അങ്ങോട്ടും നടന്ന് ശരിയാകുന്നതാണ്. നമ്മളിതിങ്ങനെ ആവാത്ത സ്ഥലത്ത് പതുക്കെ കാറുകൊണ്ടിങ്ങനെ തട്ടിട്ടാൽ മതി. കാരണം അത് ഒരുപാടായി കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കാല് താന്നു പോയി കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറഞ്ഞത്. നമ്മളിങ്ങനത്തെ ഹോളൊക്കെ അടിച്ചു വിടണം. ഇവിടെ കുറച്ചിട്ടുണ്ട്, അതിനായിട്ട് കൊണ്ടുവരാനാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ ഗായ്സ്, ഞാൻ ഇന്നലെ കാണിച്ച നാടൻ കോഴിക്കുഞ്ഞില്ലേ, അപ്പോൾ ഒരെണ്ണം പെട്ട് നിൽക്കുവാണ്. അവിടെ എൻ്റെ അച്ഛനും അമ്മയെല്ലാം ഉണ്ട്. അപ്പോൾ പുള്ളി നമുക്ക് അവിടെ നിന്ന് രക്ഷിച്ചുവിടാം. ഓടല്ലേ, എന്നെ ഓടിക്കല്ലേ. കിട്ടി ഗൈസ്. ഇപ്പം പുള്ളിയുടെ അമ്മയൊക്കെ അവിടെ കേട്ടോ. അയ്യോ അതിൻ്റെ വരുന്നതിനെ പിടിച്ചോ. ഒത്തിരി പുള്ളി പിന്നെ പുള്ളിയുടെ അമ്മയൊക്കെ അപ്പുറത്താ. പുള്ളിയുടെ തറ്റയ്ക്ക് പെട്ടെടുക്കുമായിരുന്നു. ഉദ്ഘാടനം ചെയ്തു കേട്ടോ. അയ്യപ്പഞ്ഞാട്ടി ഞങ്ങളങ്ങ് ഉദ്ഘാടനം ചെയ്തേ. പേടിച്ചു കേട്ടോ പുള്ളി. ഇവിടെ ഹൃദയം കിടന്നിരിക്കുന്നുണ്ട് ഇവിടെ. പുടു എന്ന് പറഞ്ഞ്.
എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ലേ എരുമയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്താണ് ഇതിൻ്റെ അച്ഛനും അമ്മ അതേ നിൽക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ അമ്മയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ പോട്ടെ പോട്ടെ വണ്ടി പോട്ടെ. അപ്പോൾ പുള്ളി ഇതിനകത്ത് പെട്ട് കിടക്കുമായിരുന്നു ഈ ഫാമിൻ്റെ അകത്ത്. ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കിയതാണ്. ഹലോ ഗുയ്സ്, അപ്പോൾ നമ്മൾ പരിപാടിയെല്ലാം ഓൾമോസ്റ്റ് കുമ്മായി ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉമ്മി ഇട്ടു. അതിൻ്റെ ഇപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ മേടിച്ച ചാക്കില്ലേ അതിങ്ങനെ കെട്ടുകയാണ്. അപ്പോൾ അതായത് നമ്മൾ ഈ നെറ്റ് അടിച്ചേക്കണതിൻ്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കെട്ടി വെക്കണം. ഇതിങ്ങനെ നമ്മൾ കുറേ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഷെഡ് ഫുള്ള് ഇത് ചെയ്ത് വെക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എല്ലാത്തിനും വേണ്ടിയിട്ട്. ഇതെന്തിനാണ് ഈ പടുത കെട്ടണേ? ഹീറ്റ് മാപ്പിള ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിൽ ചൂട് വേണം, വലുതാകുമ്പോൾ തണുപ്പ് വേണമെന്ന് പറയണേ. അപ്പോൾ ഇത് കെട്ടിക്കഴിഞ്ഞിട്ട് രാവിലെ വെയിൽ വരുമ്പോൾ പൊക്കി വെക്കും അല്ലേ? വെയിൽ വരുമ്പോൾ ഇത് പൊക്കി വെക്കും. രാത്രി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും താത്തി വയ്ക്കും. അപ്പോൾ അതിങ്ങനെ ഫുള്ളും ചുറ്റും. ഇതാണ് കേട്ടോ ഞങ്ങളുടെ പോസ്റ്റ്. ഇതുണ്ട് പോസ്റ്റ് ഡയറക്റ്റ്. ഇതുണ്ട്, ഇത് പഴയ സ്വിച്ച് സിസ്റ്റം കേട്ടോ. സ്വിച്ച് പഴയ പണ്ടത്തെ കാലത്തൊക്കെ ഇതിങ്ങനെ മുകളിലേക്ക് താഴത്തേക്ക്. ഇത് ഫേസ് ഇതുണ്ടോ, എന്ത് കുത്തി ചാർജൊക്കെ എടുക്കുന്നത്. പഴയ കാലത്തെ സെറ്റപ്പ് തന്നെയാണ് ഇപ്പോഴും. ഇതുണ്ട് പോസ്റ്റ് വെക്കുന്നുണ്ടോ. ഇവിടെ നിന്നിട്ട് അങ്ങോട്ടും കറണ്ട്, ആ വീട്ടിലേക്കും കറണ്ട് വന്നത്. ഇവിടെ നമ്മുടെ മോട്ടോർ സിസ്റ്റങ്ങളൊക്കെ 4 മണിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പി ഒന്നും കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കട്ടെ ഗൈസ്. അവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇത് പടുതെല്ലാം കെട്ടി മുഴുവൻ ഇതുണ്ടോ, മുഴുവൻ ഇങ്ങനെ കെട്ടി കവർ ചെയ്തു. അപ്പോൾ ഗൈസ് ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നാളെ കുഞ്ഞുങ്ങൾ വരും. നാളെ കുഞ്ഞുങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കും അടുത്ത പരിപാടി തുടങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.